നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. എന്തായി നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഈ വേൾഡ് കപ്പിൻ്റെ ഫ്ലക്സും മറ്റുമൊക്കെ പൊങ്ങി തുടങ്ങിയോ? ഒരു ആവേശക്കുറവുണ്ട് എന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫുട്ബോൾ പ്രേമികൾ ഇത് ആഘോഷമാക്കി മാറ്റും, ആവേശമാക്കി മാറ്റും. പലതരത്തിലുള്ള തിയറികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്കണോമിക്സൊക്കെയാണ് ഈ ആവേശക്കുറവിൻ്റെ കാരണമായിട്ട് പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ? ഇവിടെ ആളുകൾക്ക്, അർജൻറ്റീന ആരാധകർക്ക് ഒരു ആവേശം കുറഞ്ഞു. മെസ്സി ഓൾറെഡി കിരീടം ചൂടിയില്ല, ഇനിയിപ്പോൾ എന്തിനാണ് വേൾഡ് കപ്പ് നടത്തുന്നത് എന്ന തരത്തിൽ അർജൻറ്റീന ആരാധകർ ചിന്തിക്കുന്നു. കേരളത്തിൽ വലിയ രൂപത്തിൽ അർജൻറ്റീന ഫാൻസാണുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഈ വേൾഡ് കപ്പിലൊന്നും ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഫ്ലെക്സ് ഇവിടെ വെക്കാത്തത്. ഫേസ്ബുക്കിൽ ഞാൻ കണ്ട വീഡിയോ ആണ്. ഞാൻ അതിനൊരു ഇമോജി, നമ്മുടെ മറ്റേ ഇങ്ങനെയുള്ള ഇമോജി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും അർജൻറ്റീന ഫാൻ ഇനി വേൾഡ് കപ്പ് വേണ്ട, മെസ്സി കിരീടം കൊണ്ടുപോയല്ലോ എന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ അയാൾ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം, അൽ നസറിൽ ക്രിസ്ത്യാനോ കിടന്ന് വരകുകയാണ്, പിന്നെ വേൾഡ് കപ്പിന് എങ്ങനെ കളിക്കാനാണ്? അപ്പോൾ പോർച്ചുഗൽ ആരാധകർക്കും വേൾഡ് കപ്പ് വേണ്ട. ഇന്ന് വരെ ജന്മത്തിൽ അയാൾ അൽ നസറിൻ്റെ കളി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ അൽ നസർ കിരീടം ചൂടുന്നതിന് തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നെയ്മറൊക്കെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നെയ്മർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ബ്രസീൽ ഫാൻസിന് അതുകൊണ്ട് താല്പര്യമില്ല എന്ന് അടുത്ത നിഗമനം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് രസകരമായ കാര്യം, സാമ്പത്തിക വിശകലനമാണ്. നാട്ടിലൊന്നും ആളുകളുടെ കയ്യിൽ ക്യാഷില്ല, അതുകൊണ്ട് ഫ്ലെക്സ് വെക്കുന്നില്ല. പിന്നെ 90s കിഡ്സാണ് ഇതൊക്കെ വെച്ചിരുന്നത്. അവരൊക്കെ ഇപ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കുട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ്. കളിയിലൊന്നൊരു താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ വിലയിരുത്തുന്നവനോട് എന്ത് പറയാനാണെന്നേ? എത്ര ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ ഫുട്ബോൾ ആവേശം നമുക്ക് മറക്കാൻ പറ്റൂല. അത് 90s കിഡാണോ, 80s കിഡാണോ, 2000-ലെ കിഡാണോ എന്നൊന്നുമില്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സിരകളിൽ രക്തം ഓടുന്ന പോലെ ഫുട്ബോൾ ആവേശം ഒഴുകുന്നതാണ്. വേൾഡ് കപ്പ് വരുമ്പോൾ പ്രത്യേകിച്ചും അതൊക്കെ വരും. നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ ഫുട്ബോൾ ആവേശം ഈ നാട്ടിൽ ഇങ്ങനെ വന്ന് നുരഞ്ഞ് പതയുന്നത് നിങ്ങൾ നോക്കി നിൽക്കും. കണ്ടോ അത് എന്നാണ് അത്തരത്തിലുള്ള നെഗറ്റീവ് അടിക്കുന്നവരോട് തൽക്കാലത്തേക്ക് നമുക്ക് പറയാനുള്ളത്. എന്തായാലും റാഫ് ടോക്സിൻ്റെ ഈ ഒരു ചാനൽ, റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ്, പൂർണ്ണമായിട്ടും ഈ വേൾഡ് കപ്പിൻ്റെ ആവേശം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ടാഗ് ലൈൻ തന്നെ അതാണ്, ദി വേൾഡ് കപ്പ് ഈസ് ഹിയർ ആൻഡ് റാഫ് ടോക്ക് ഈസ് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ് എന്നാണ്. ഈ ചാനലിൻ്റെ കവർ പേജിൽ നിങ്ങൾക്കത് കാണാം. അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. വേൾഡ് കപ്പ് എത്തിക്കഴിഞ്ഞു, കേരള ഫുട്ബോൾ ഫാൻസിനെ നമ്മൾ ഒരുമിച്ച്, റാഫ് ടോക്സ് ഫാമിലി ഒരുമിച്ച് നയിക്കും. 1 മില്യണിലധികം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയധികം ആളുകളുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കാതെ ഇവിടെ പോകാനാടോ. ഏതായാലും ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളുടെ നാട്ടിൽ ഫ്ലെക്സുകളൊക്കെ ഉയർത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് ഉഷാറാക്കണം. പല സുഹൃത്തുക്കൾ ഓൾറെഡി ആ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റ് ഇടാം. അത്തരത്തിൽ നമ്മളത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചാനലിൽ, നമ്മുടെ റാഫ് ടോക്സിലും ഈ ചാനലിലൊക്കെ ആയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുട്ബോൾ ന്യൂസുകളാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് നമ്മളതാണ് ചെയ്യുന്നത്. 2019 ജനുവരി തുടങ്ങിയ യാത്രയാണ്. ഓരോരോ സുഹൃത്തുക്കളായിട്ട് നമ്മോടൊപ്പം ചേർന്ന് ഒരു 10 ലക്ഷവും കടന്ന് നമ്മുടെ മെയിൻ ചാനലിൻ്റെ വ്യൂ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഫുട്ബോൾ വാർത്തകളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടി, അല്ലാതെ എൻ്റെ ഫോളോവേഴ്സല്ല, ഞാൻ എന്തെങ്കിലും ആയതുകൊണ്ടല്ല, നിങ്ങൾ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കാണിക്കുന്നതാണത്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അത് എൻ്റെ ഫോളോവേഴ്സ് അല്ല. അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയല്ല, സത്യമാണത്. നിങ്ങൾ ഫുട്ബോളിൻ്റെ ഫോളോവേഴ്സാണ്. ഫുട്ബോൾ വാർത്ത അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണെന്ന് എനിക്കറിയാം. ആ ബോധ്യത്തിലും ആ ബോധത്തിലുമാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. നമ്മൾ ഫുട്ബോൾ ഫാമിലിയല്ലടോ, അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ചില സുഹൃത്തുക്കൾക്കൊക്കെ സംശയം, പുതുതായിട്ട് വന്ന കുറേ സുഹൃത്തുക്കൾക്കാണ് നെയ്മറുടെ വാർത്തകളിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ വരും, നമ്മളിപ്പോൾ എന്നല്ല പണ്ട് മുതലേ ചെയ്യുന്ന. അപ്പോൾ ചിലർക്കൊക്കെ സംശയം, വേറെ എവിടെയും ഇല്ലാത്ത വാർത്തയാണല്ലോ തനിക്ക് കിട്ടുന്നത്, താനിത് റീച്ചിന് വേണ്ടി അടിച്ചു വിടുന്നതല്ലേ? താനിട്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ശരിയായ സോഴ്സ് ഒന്ന് പറഞ്ഞു തരാമോ?
വേറെ എവിടെയും ഈ ന്യൂസൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞു പോവുകയാണ്. റാഫ് ടോക്സിന് ഈ വാർത്തകൾ എവിടെ നിന്ന് കിട്ടുന്നു. ഇന്നലെ കണ്ടൊരു ഒരു കമൻറ്റാണ്, വേറെ എവിടെയും ഇല്ലാത്ത ന്യൂസാണ് ഇയാളുടെ ചാനലിൽ, റീച്ച് കിട്ടാൻ എന്തും അങ്ങ് അടിച്ച് വിടുവാണ്. വേറെ അത് ദിലൂസ് ആരിഫ് അങ്ങനെയുള്ള ഒരാളുടെ കമൻറ്റ്. വേറെ ഒരാളുടെ കമൻറ്റ് ആഷിഖ് ഉണ്ടോടിയിൽ എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ്, താനിട്ടിരിക്കുന്ന വീഡിയോയുടെ ശരിയായ സോഴ്സ് എന്ന് പറഞ്ഞ രാമോ, ഞങ്ങൾ ആരും വേറെ എവിടെയും ഈ ന്യൂസ് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, തനിക്ക് മാത്രം എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ രാമോന്നാ. അത് തന്നെയാണ് ഈ റാഫ് ടോക്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും. വേറെ എവിടെയും ഒരു പക്ഷേ നിങ്ങൾ കാണാത്ത ന്യൂസുകൾ വരെ അതിൻ്റെ കൃത്യമായ സോഴ്സിൽ നിന്ന് സോഴ്സ് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു വിശ്വസിച്ച് ഫുട്ബോൾ വാർത്തകൾ തിരഞ്ഞു വരാവുന്ന ഒരിടം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ എവിടെയും ഇല്ലാത്ത വാർത്ത ഇവിടെ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് അംഗീകാരം. വേറെ എവിടെയും ഇല്ലാത്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലോകത്ത് പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ നൽകുന്ന, ഫുട്ബോളിൽ കുറേ ഓരോ രാജ്യത്തെയും പ്രമുഖ ചാനലുകളുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ വാർത്ത എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ നമ്മുടെ പണി അതാണ്. രാത്രി 12 മണിക്ക് 12:30 കളി കണ്ട് അത് ഒരു പുലർച്ചെ ആകുമ്പോൾ അവസാനിച്ച് രാവിലെ എണീറ്റാൽ പിന്നെയുള്ള പണി എന്താണെന്നറിയോ? നമ്മൾ ഈ ചാനലുകളെ തപ്പല. പലപ്പോഴും നമ്മളിത് റാഫ് ഡയറിയിലൊക്കെ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റാഫ് ടോക്സ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് വാർത്ത, ബ്രസീലിലെ വാർത്ത കിട്ടണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, അവിടുത്തെ ഏറ്റവും മികച്ച ന്യൂസ് ഏതാന്ന് നോക്കും, ന്യൂസ് ചാനൽ ഏതാന്ന് നോക്കും, സ്പോർട്സ് ന്യൂസ്, അവിടെ നിന്ന് വാർത്ത എടുക്കും. അപ്പോൾ അത് ക്രെഡിബിൾ സോഴ്സാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ വോൾസ്വാഗൻ്റെ വണ്ടി കയറി അപ്പുറത്തെ ഹെലിപ്പാഡ് പോയി അവിടുന്ന് ഹെലികോപ്റ്റർ പിടിച്ച് ഹെലികോപ്റ്ററിൽ പറന്ന് ചെന്ന് ഇറങ്ങിയത് ഒരു ന്യൂസ് ചാനലിൻ്റെ മുറ്റത്തേക്കാണ്. അവിടെ നിന്ന് അദ്ദേഹം അവിടുത്തെ സ്റ്റുഡിയോയിൽ പോയി ഇരുന്നിട്ടൊരു ഇൻ്റർവ്യൂ അങ്ങ് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോട്ടിങ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണം? ആ ചാനൽ പോയി നോക്കണം. അത്രേ ഉള്ളൂ. അവിടെ നിന്ന് കൃത്യമായിട്ട് വിവരം കിട്ടും. അപ്പോൾ ബ്രസീലിൽ നിന്ന് നമുക്ക് കൃത്യമായി സോഴ്സ് ഏതാണെന്നറിയാം. 6-7 കൊല്ലം ആയില്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അറിയാം എവിടെ നോക്കിയാൽ കിട്ടുന്നത്. അത് നിർത്തിയിട്ട് അത് ചെയ്യുന്നത്. അതുപോലെ അർജൻറ്റീനയിൽ എവിടെ വാർത്ത കിട്ടും നമുക്കറിയാം. ആ സോഴ്സ് പോയിട്ടെടുക്കും. അപ്പോൾ നമ്മൾ ഗാസ്നെഡൂലിത കേരളത്തിലേക്ക് കളിക്കാൻ വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് അർജൻറ്റീന വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ വാർത്ത കൊടുത്തപ്പോൾ ഭയങ്കര പ്രശ്നം. ആരാണ് ഗാസ്നെഡൂൽ, അയാളാണോ അത് തീരുമാനിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്ന ആ ചാനലിൻ്റെ ആളുകൾ വരെ പറഞ്ഞു. അവസാനം എന്തായി, ഗാസ്നെഡൂൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ ഗാസ്നെഡൂലിനെ എടുക്കുന്നത്, എസ്റ്റാബനെഡൂലിനെ എടുക്കുന്നത്, അവിടുത്തെ മറ്റേ TNT അർജൻറ്റീനയെ എടുക്കുന്നത്, TYC സ്പോർട്സിനെ എടുക്കുന്നത്? അത് അവിടുന്ന് ഉള്ള വാർത്ത അവിടുത്തെ പ്രധാന മാധ്യമങ്ങളിൽ തന്നെ എടുക്കണം. അതുപോലെ പോർച്ചുഗലിൽ നമ്മൾ പ്രധാന ന്യൂസ് സോഴ്സ് ഏതാണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കുക. ഇംഗ്ലണ്ടിലുള്ളത് അതുപോലെ ഓരോരോ രാജ്യങ്ങളിലെയും പ്രധാന ഫുട്ബോൾ സോഴ്സുകൾ നമ്മൾ വിശകലനം ചെയ്ത് അതാണ് നിങ്ങളിലേക്ക് എത്തി. സൗദി അറേബ്യൻ ലീഗിലെ വാർത്തകൾ നമ്മൾ അൽ നസറിൻ്റെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സൗദി സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അൽ നസറിൻ്റെ പ്രോബിൾ 11 ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക. അത് തന്നെ ആയിരിക്കും മിക്കവാറും അന്നത്തെ അവരുടെ കളിയുടെ 11. അതെന്തുകൊണ്ടാണ്? അത് എൻ്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം കൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, അത് കൃത്യമായ സോഴ്സാണ് സൗദി അറേബ്യയിലെ സോഴ്സ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നതാണ്, അത് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നോക്കണം നിങ്ങൾ, അർജൻറ്റീനയുടെ ഓരോ കളികൾ വരുമ്പോഴും നാളെയാണ് കളിക്കാൻ അർജൻറ്റീന ഇറങ്ങുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പറയും ഇതാണ് അർജൻറ്റീനയുടെ പ്ലേയിങ് 11, ഇതാണ് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് അത് കൃത്യമാറില്ലേ? ഫോളോ ചെയ്യുന്നവർക്കറിയാം ബ്രസീലിൽ ഇതാണ് പ്ലേയിങ് 11 എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അത് ആ സോഴ്സ് അതാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് മഹിമ കൊണ്ടല്ല, വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ താനിട്ടിരിക്കുന്ന വീഡിയോ കൃത്യമായി എവിടെയും കാണുന്നില്ലല്ലോ, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും നിങ്ങൾ ആ സോഴ്സ് കൃത്യമായി തപ്പാത്തതുകൊണ്ടാണ്. എന്താണെന്നറിയോ, ഈ കമൻറ്റ് വന്നത് എവിടെയെന്നറിയോ? ഈ നമ്മുടെ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ കോളപ്പിന് മുമ്പ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുടെ താഴെയാണ്, വീഡിയോ കോൾ വിളിച്ചു എന്ന്. ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രശ്നമാണെന്നേ. ഗ്ലോബോ പോയി തപ്പണ്ട, ഗ്ലോബോയിലാണ് അതുള്ളത്. ഇനി ഗ്ലോബോ നിങ്ങൾക്ക് തപ്പാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറുതെ ആഞ്ചലോട്ടി വീഡിയോ കോളിനെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കൂടെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കൂടെ. സെർച്ച് ചെയ്യുമ്പോൾ എത്ര സോഴ്സ് എന്നാണ് പറയുന്ന ഒരു goal.com കൊടുത്തിട്ടുണ്ട് ഗ്ലോബോയെ കോട്ട് ചെയ്തുകൊണ്ട്, നമ്മുടെ ബീൻ സ്പോർട്സ് കൊടുത്തിട്ടുണ്ട് ഗ്ലോബോയെ കോട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ സോഴ്സൊക്കെ നമ്മളങ്ങ് കൊടുത്തു ഈ പറഞ്ഞ ആൾക്ക്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് സത്യമാണെന്ന് തന്നോടാരാ പറഞ്ഞത്?
ഇതാ കിടക്കുന്ന ചട്ടിയും കലം. അത്രേ പറയാനുള്ളൂ അതിന്, അത്രേ പറയാനുള്ളൂ. നമ്മൾ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. 6-7 കൊല്ലമായില്ലടോ. ഇവരൊക്കെ പറയുന്നത് തന്നെയാണ് ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൃത്യമായ ന്യൂസ്. അതാണ് സോഴ്സ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ മറ്റ് ചാനലിലൊന്നും കിട്ടില്ല. ഏഷ്യാനെറ്റും അതുപോലെ റിപ്പോർട്ടർ ടി വിയും ബിഗ് ടി വിയും 24 ഒക്കെ അവർക്ക് സ്പോർട്സിലല്ലോ മെയിൻ. അവർക്ക് മറ്റു വാർത്തകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാം പരതി പിടിച്ച് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ അവർ ചില കാര്യങ്ങൾ കൊടുക്കും, ബാക്കി മറ്റു ന്യൂസുകൾ കൊടുക്കും. നമുക്കതല്ല, നമുക്ക് ഇതാണ് നമ്മുടെ ഫുൾ ടൈമുള്ള ന്യൂസ്. അതുകൊണ്ട് കിട്ടാവുന്ന ഒക്കെ എടുക്കും. ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ന്യൂസുകളുണ്ടല്ലോ, കറക്റ്റ് ഗ്ലോബോ എന്നൊരു ന്യൂസ് എടുത്തെന്ന് വെച്ചോ, ഇന്ന് എപ്പോഴാണ് അവിടുത്തെ രാവിലെ സമയം നമുക്കറിയാലോ അല്ലേ? ടൈം സോൺ ഡിഫറൻസ് അനുസരിച്ച് അവിടെ എപ്പോൾ സജീവമാവും നമുക്കറിയാം. അത് പോയിട്ട് വാർത്ത എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു പക്ഷേ goal.com ആ വാർത്ത. ഫബ്രീസിയോ റൊമാനോ നമുക്കറിയാലോ, എത്ര വിശ്വാസത്തോടുകൂടി നമ്മൾ കാണുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ അദ്ദേഹം മറ്റ് വാർത്തകളൊക്കെ കൊടുക്കുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും. അതെന്താ? അദ്ദേഹം ആ ടൈം സോൺ അനുസരിച്ച് വൈകിട്ടൊക്കെ പിന്നെ എടുത്തപ്പോൾ ഗ്ലോബോയൊക്കെ അദ്ദേഹം കോട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ? നമ്മളെടുക്കുന്നതും ഫബ്രീസിയോ എടുക്കുന്നതൊക്കെ ആ കാര്യം ഒരേ സ്ഥലത്തു നിന്നാണ്. പക്ഷേ ഫബ്രീസിയോയുടെ ഇൻസൈഡർ നോളജ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത് വേറെയാണ്. അതല്ല ഞാൻ ഈ പറയുന്നത്. ഇതെടുക്കുന്നത് കൃത്യമായ സോഴ്സായ എല്ലാവരുടെയും കറക്റ്റായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിലും നമ്മൾ അത് തന്നെ ചെയ്യും. മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് വാർത്ത തപ്പി പല മാധ്യമങ്ങളിലേക്ക് പോകണ്ട, പല രാജ്യത്തെ സോഴ്സുകൾ തപ്പി പോകണ്ട. അവർക്ക് റെഡിമെയ്ഡായിട്ട് നമ്മളിതങ്ങ് കൊടുക്കും. അതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മളിനിയും അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് നമ്മുടെ ആ ടാഗ് ലൈനിൽ നമ്മൾ വീണ്ടും പറയുന്നത്. മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ഫുട്ബോൾ ആവേശം നമ്മുടെ ഫാമിലി, റാഫ് ടോക്ക് ഫാമിലി മുന്നിൽ നയിക്കും. ദി വേൾഡ് കപ്പ് ഈസ് ഹിയർ ആൻഡ് റാഫ് ടോക്ക് ഈസ് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് പോവാം. മിക്ക ടീമുകൾ അവരുടെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും പ്രഖ്യാപിക്കാൻ കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ ടീമുകൾ ഇതുവരെ സ്കോഡ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു പോകാം. വേൾഡ് കപ്പിനുള്ള മെക്സിക്കോ അവരുടെ പ്രിലിമിനറി സ്കോഡേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, ഫൈനൽ സ്കോഡ് വന്നിട്ടില്ല. പിന്നെ ഗ്രൂപ്പ് എയിൽ സൗത്ത് ആഫ്രിക്ക സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. സൗത്ത് കൊറിയ മെയ് 16 അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെച്ചിയ അവരുടെ പ്രിലിമിനറി സ്കോഡേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഗ്രൂപ്പ് ബിയിൽ വരുമ്പോൾ കാനഡ ആതിഥേയരാണ്, ഇതുവരെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന മെയ് 11 തന്നെ അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിരുന്നു. ഖത്തർ പ്രിലിമിനറി സ്കോഡ് മാത്രമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡ് അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 19 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിൽ മെയ് 18 ബ്രസീൽ അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊറോക്കോ ഇതുവരെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ഹെയ്റ്റി മെയ് 15 അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡ് മെയ് 19 അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിയിൽ ആതിഥേയരായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതുവരെ അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ഓസ്ട്രേലിയ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. പരാഗ്വേ അവരുടെ പ്രിലിമിനറി സ്കോഡ് മാത്രം മെയ് 12 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫൈനൽ സ്കോഡ് ഇനിയും വരാനുണ്ട്. തുർക്കിയെ മെയ് 18 അവരുടെ പ്രിലിമിനറി സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ജർമ്മനി ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. കുർസാവോ പക്ഷേ മെയ് 18 ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐവറി കോസ്റ്റ് മെയ് 15 അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈക്വഡോർ ഇതുവരെ അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ് അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ജപ്പാൻ അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 15 പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വീഡൻ അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 12 പ്രഖ്യാപിക്കുകയുണ്ടായി. ടുണീഷ്യ അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 15 പ്രഖ്യാപിക്കുകയുണ്ടായി. ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ ബെൽജിയം അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 15 പ്രഖ്യാപിക്കുകയുണ്ടായി. ഈജിപ്റ്റ് അവരുടെ ഫൈനൽ സ്കോഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇറാൻ അവരുടെ പ്രൊവിഷണൽ സ്കോഡാണ് മെയ് 18 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡ് അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 14 പ്രഖ്യാപിക്കുകയുണ്ടായി. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിൻ്റെ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കേപ്പ് വെർദെ ഐലൻഡ് അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 18 പ്രഖ്യാപിച്ചു. ഉറുഗ്വായുടെ ഫൈനൽ സ്കോഡിൻ്റെ പ്രഖ്യാപനം വന്നിട്ടില്ല. സൗദി അറേബ്യയുടേതും തൊട്ട് പിന്നാലെ വരും. ഫ്രാൻസ് മെയ് 14 അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെനഗൽ അവരുടെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഇറാഖ് പ്രഖ്യാപിച്ചിട്ടില്ല. നോർവേ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല, ഇമ്മീഡിയറ്റ്ലി വരും. ഗ്രൂപ്പ് ജെയിൽ അർജൻറ്റീന അവരുടെ പ്രിലിമിനറി സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഫൈനൽ സ്കോഡ് ഈ ആഴ്ച വരും. അൾജീരിയയുടെ ഫൈനൽ സ്കോഡ് വന്നിട്ടില്ല. ഓസ്ട്രിയ അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 18 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോർദാൻ അവരുടെ പ്രിലിമിനറി സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഗ്രൂപ്പ് കെയിലേക്ക് വരുമ്പോൾ പോർച്ചുഗൽ അവരുടെ ഫൈനൽ സ്കോഡ് മെയ് 19 പ്രഖ്യാപിക്കുകയുണ്ടായി. കോങ്കോ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ പ്രിലിമിനറി സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കൊളംബിയ അവരുടെ പ്രിലിമിനറി റോസ്റ്ററാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ടിൻ്റെ ഫൈനൽ സ്കോഡ് നമ്മൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നു. ക്രൊയേഷ്യ അവരുടെ ഫൈനൽ സ്കോഡ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാനയുടെ ഫൈനൽ സ്കോഡും പനാമയുടെ ഫൈനൽ സ്കോഡും പിന്നാലെ വരും. ഇതാണിപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും ടീമുകളുടെ സ്കോഡിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നയിക്കും. നമ്മുടെ ഫാമിലി ഒരുമിച്ച് ഇത്തവണത്തെ ഫുട്ബോൾ ആവേശം കേരളത്തിൽ നയിക്കും. ദി വേൾഡ് കപ്പ് ഈസ് ഹിയർ ആൻഡ് റാഫ് ടോക്ക് ഈസ് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ്.